തന്നെയാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് ധർമ്മടത്ത് പിണറായി വിജയൻ്റെ റോഡ് ഷോ ഏതാണ്ട് തീരാറായിട്ടുണ്ടായിരിക്കും. പറഞ്ഞു വരുന്ന എന്തിലേക്ക് എനിക്ക് മനസ്സിലായി. പക്ഷെ ഇപ്പോഴും വി ഡി സതീശൻ ഡൽഹിയില്ല, അധ്വാനിക്കുവാനടാ, പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുക. എന്താ കാര്യം എന്നറിയാമോ? ഈ സത്യത്തിൽ ഈ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിലും അതിന് മുമ്പുള്ള കുറച്ച് കാലങ്ങളായിട്ടും കോൺഗ്രസ് പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ അധ്വാനിച്ച ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വി ഡി സതീശനാണ്. പിന്നെ ഈ സ്ഥാനാർത്ഥി പട്ടിക 24 മണിക്കൂർ എന്നൊക്കെ നിങ്ങൾ ട്രോൾ നിന്നുണ്ടല്ലോ, അതൊന്നും ഒരു വിഷയമല്ല. കാരണം വെച്ചാൽ കോൺഗ്രസിൻ്റെ ഒരു ഡിഫോൾട്ട് എന്ന് പറഞ്ഞ സെറ്റിംഗാണിത്. ഈ സ്ഥാനാർത്ഥി പട്ടിക ഡിലേ ആവും, ഗ്രൂപ്പ് തർക്കം വരും, വഴക്ക് വരും, ഇങ്ങനത്തെ പലതും സംഭവിക്കും. ഇതിനകത്ത് ഇത്രയൊക്കെ ട്രോള് സംഭവിച്ചാലും കാര്യങ്ങൾ ഇവർ ഒരു പ്രത്യേക പേസിലെത്തിക്കഴിഞ്ഞാൽ പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു നേതാവാണ് വി ഡി സതീശൻ എന്നാണ് എനിക്ക് എപ്പോഴും പേഴ്സണലിയും അല്ലാതെയും തോന്നിയിട്ടുള്ളത്. നമ്മുടെ ഈ അടുത്ത കാലത്തെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ സതീശൻ എനിക്ക് തോന്നുന്ന ഒരു കുഴപ്പം, സതീശൻ അല്ലെങ്കിൽ അവകാശവാദങ്ങൾ പറയുകയാണല്ലോ. പ്രഖ്യാപനം വന്ന 24 മണിക്കൂറുകൾ ഞങ്ങളത് പ്രഖ്യാപിക്കും, ഞങ്ങളത് ചെയ്യും, ഞങ്ങളിത് ചെയ്യും. എനിക്കൊന്ന് അത് നടക്കാതെ വരുമ്പോഴാണ് ഈ ട്രോള് വരുന്നത്. അപ്പം ഈ സതീശൻ ശരിക്കും ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നുണ്ടോ? കാരണം മറ്റു നേതാക്കന്മാരെയൊക്കെ സൈഡ്ലൈൻ ചെയ്യുവാണോ? ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളതല്ല. ഇപ്പം ഞാൻ ആലോചിക്കുമ്പോഴേ നമ്മൾ ഈ രണ്ട് പ്രതിപക്ഷത്തെയാലും ഇപ്പോൾ കണ്ടത് 10 വർഷമായിട്ട്, അത് 2016 തൊട്ട് 21 വരെ, 21 തൊട്ട് 26 വരെയുള്ള രണ്ട് പ്രതിപക്ഷത്തെ ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 21 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ UDFന്റെ നറേറ്റീവ് വളരെ ദുർബലമായിരുന്നു. അതായത് ഈ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ വരികയും കുറച്ച് ബോംബുകളൊക്കെ പൊട്ടിച്ച് പോവുകയൊക്കെ ചെയ്തിരുന്നു, അഴിമതിയും കോവിഡ് കാലത്തെ സംഭവങ്ങളൊക്കെ. പക്ഷേ ആ സമയത്തും ഈ ഇടതുപക്ഷത്തിൻ്റെ നറേറ്റീവിനെയോ ഇല്ലെങ്കിൽ അവർ ഉണ്ടായിക്കൊണ്ടുവന്നിട്ടുള്ള ഒരു വലിയ ഒരു ഇതുണ്ടല്ലോ, ഒരു വലിയ പ്രതിച്ഛായ ഉണ്ടല്ലോ, ആ സംഭവത്തെ തകർക്കുന്ന രീതിയിലോ ഇല്ലെങ്കിൽ ആ സമയത്ത് ചോദ്യം ചെയ്യുന്ന രീതിയിൽ പോലും ഒരു നറേറ്റീവ് സത്യത്തിൽ പ്രതിപക്ഷത്തിന് സെറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതാണ് കനത്ത തോൽവിയുടെ ഭാഗമായിട്ട് നമുക്കതിനെ പറയാൻ പറ്റുന്നത്. പക്ഷേ അതിനുശേഷം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നതിന് ശേഷം അത്തരത്തിലൊരു നറേറ്റീവ്, സ്ട്രോങ് ആയിട്ടുള്ള UDF നറേറ്റീവ് ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് LDF ഇത്രയും സ്ട്രോങ് ആയിട്ട് 3ാം ഭരണം വരും എന്ന് പറയുന്ന ഒരു നറേറ്റീവ് ഉണ്ടാകുമ്പോൾ പോലും UDFന്റെ നറേറ്റീവിനെ അവർ ഭയപ്പെടുന്നുണ്ട്. ആ ഉണ്ടാക്കിയെടുക്കുന്നതിൽ വി ഡി സതീശൻ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. കാരണം അയാൾ കണിച്ചക്കാരനാണ്, അതാണ് പ്രധാനപ്പെട്ട. അതാണ് ചോദിക്കാവുന്നത്. ഇപ്പം നമ്മളൊക്കെ രാഷ്ട്രീയം ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ നമ്മളൊരു ഈ കോൺഗ്രസിൻ്റെ നേതൃത്വ നിലയിൽ ഇപ്പോൾ കരുണാകരൻ, ആൻ്റണി, ഇപ്പം അത് കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി, ഇപ്പം ഏറ്റവും അവസാനം നമ്മൾ രമേശ് ചെന്നിത്തല, നമ്മൾ ഇവരുടെയൊക്കെ ഒരു രീതികൾ നമ്മളൊക്കെ നിരീക്ഷിച്ചിട്ടുണ്ടല്ലോ. കരുണാകരൻ ഒരു തന്ത്രശാലി, ആന്റണിയുടെ ഒരു നയം, ഉമ്മൻചാണ്ടിയുടെ ആ ഒരു ഇത് ഡിപ്ലോമസി, ഉമ്മൻചാണ്ടിയുടെ ഒരു സോഫ്റ്റ് ശരിക്കും ഡിപ്ലോമസി, അതെ അതെ അതൊരു നയം എന്ന് പറയുന്നത്. കുതന്ത്രങ്ങളുടെ ഇപ്പോൾ രമേശ് ചെന്നിത്തല നമുക്കെന്ന് പറയാം, നമ്മൾ ശരിക്കും ഇടതുപക്ഷം പറയുമ്പോഴും ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രതിപക്ഷ നേതാവെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നിത്തല എന്ന് പറഞ്ഞാൽ ചെന്നിത്തല വലിയ ഈ ഇടയ്ക്ക് നേരത്തെ പറഞ്ഞ പോലെ ചില ആരോപണങ്ങൾ കൊണ്ടുവരും, അതൊക്കെ ചീറ്റി പോകുമെങ്കിലും വലിയ കുഴപ്പമില്ല. അപ്പം സതീശൻ നോക്കുമ്പം ഈ തന്ത്രങ്ങളുണ്ട് ഇല്ലെന്നല്ല, പക്ഷെ കുറച്ചൊക്കെ അറഗൻ്റ് ആയിട്ട്. സതീശൻ എന്താണെന്നറിയാമോ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സതീശൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭരിക്കുന്ന പാർട്ടിയോട് മാത്രമൊന്നുമല്ല പുള്ളി കാണിച്ചിട്ടില്ല, ഇല്ലെങ്കിൽ എല്ലാവരോടും അങ്ങനത്തെ ഒരു കണിച്ചതാണ്. സ്വന്തം പാർട്ടിയിൽ വരെ ആ ഒരു കണിച്ചത കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഏറ്റവും ഉദാഹരണമായിട്ട് പറയുന്നത് ശരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ്. കാരണം ആ സമയത്ത് ആര്യയുടെ ഷൗക്കത്തിനെ മത്സരിപ്പിക്കില്ല എന്നുള്ള തീരുമാനത്തിലെത്തുന്നത് രണ്ടാമത്തെ അൻവറുമായിട്ടുള്ള ഒരു സംഭവം. അത് രാഹുൽ മാങ്കുടത്തിൽ ഉൾപ്പെടെ അൻവറിന്റെ വീട്ടിൽ രാത്രി പോയി കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഇത് ഇല്ല, പാർട്ടിയിലേക്ക് എടുക്കില്ല, പാർട്ടിയിലേക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും താല്പര്യം ഉണ്ടായിരുന്നു. പലർക്കും ഇയാൾ വരണമെങ്കിൽ പോരട്ടെ, കാര്യങ്ങൾ നടക്കട്ടെ. പക്ഷെ വി ഡി സതീശൻ കൃത്യമായ നിലപാടാണ് അക്കാര്യത്തിൽ എടുത്തെന്ന് മാത്രമല്ല, പുള്ളിയുടെ നിലപാട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അൻവർ അവിടെ തോക്കുന്നു, അതിനുശേഷം സത്യത്തിൽ എങ്ങനെയാണ് പാർട്ടിയിലേക്ക് വരുന്നത്, ഒരു പൂച്ചയെ പോലെ ഒതുങ്ങി, ഒരു വിലപേശലിന് സാധ്യതയില്ല. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയം എന്താ, വിലപേശലുകളാണ് ഇവിടെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള വിലപേശലുകൾ, ഇമോഷണൽ ഡ്രാമകൾ പലതും നമ്മൾ ഇവിടെ കാണാറുണ്ട്. പക്ഷേ അൻവറിന്റെ കേസിൽ അങ്ങനത്തെ ഒരു സംഗതി നടക്കാത്ത രീതിയിൽ സതീശനത് വളരെ കൃത്യമായി ഒതുക്കി. ഞാൻ വേറൊരു പരാതി പറയട്ടെ, പരാതിയല്ല, ഞാൻ സാധാരണ ഇപ്പം കരുണാകരൻ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി, ആന്റണി, ഇവർക്കെല്ലാം ഒരു ഗ്രൂപ്പുണ്ട്. ഈ സതീശൻ ഒരു ഗ്രൂപ്പിനകത്ത് വിട്ടുപോയോ? സതീശൻ തന്നെയാണ് ഗ്രൂപ്പ്, സതീശനാണ് ഗ്രൂപ്പ്. അതായത് സതീശൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഇമേജ് ഉണ്ടല്ലോ, അത് ഈ മറ്റേ ഇവരെ പോലും ഒതുക്കുന്ന, അതായത് യുവാക്കളുടെ ഒരു നിര വരുമ്പോൾ ഒതുക്കുക എന്നുള്ളതല്ല, അവരെ പോലും ഒന്നടങ്ങട എന്ന് പറയുന്ന രീതിയിലുള്ളൊരു സംഗതി പലപ്പോഴും ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും സതീശൻ അതിനകത്ത് പല സമയത്തും എടുത്ത നിലപാടുകൾ, പ്രത്യേകിച്ച് രാഹുൽ മാങ്കുടത്തലിൻ്റെ വിഷയത്തിലൊക്കെ, അതായത് വലിയൊരു ആരോപണം വരുന്നു, അതിപ്പോഴും മാറിയിട്ടൊന്നുമില്ല, ആ ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് ചിത്രത്തിൽ അതൊരു ആരോപണമായി പോലും ഉന്നയിക്കാൻ പറ്റാത്ത നിലയിലേക്ക് ആ സംഗതി ഒതുങ്ങിപ്പോയിട്ടുണ്ട്. അത് ചിത്രത്തിൽ ഇല്ല ആരോപണം. എന്തുകൊണ്ടാണെന്നറിയാമോ, രാഹുൽ മാങ്കുടത്തിൽ ഇപ്പോൾ MLA തുടരുന്നുണ്ടെങ്കിലും സതീശൻ ആരോപണം വന്ന ദിവസങ്ങൾക്ക് ഉള്ളിൽ
ഈ ആദ്യത്തെ പരാതി വരുന്ന സമയത്ത് തന്നെ സതീശൻ കൃത്യമായ നിലപാടെടുത്ത് ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ്. ഒരു അന്വേഷണം മാറ്റി നിർത്തുകയോ ഒന്നുമല്ല, പുറത്താക്കുകയാണ്. അപ്പോൾ എന്താ സംഭവം? പ്രതിപക്ഷത്തെ അതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കക്ഷികളെ സംബന്ധിച്ചിട്ട് പിന്നീട് എന്താണ് പറയേണ്ടതെന്നുള്ളത്. ഇത് ഇപ്പോൾ UDF നേതാക്കളെ കാണുമ്പോഴും സതീശനെ കാണുമ്പോഴൊക്കെ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം ചോദിക്കും. പക്ഷേ പ്രസക്തിയില്ലാതായി മാറിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ പുറത്താക്കിയല്ലോ, ഒറ്റ തീരുമാനം പറഞ്ഞാൽ തീരാവുന്ന സംഭവത്തിലേക്ക് പുള്ളി അതിനെ ഒതുക്കിക്കളഞ്ഞു. കാരണം അതിനെ കൃത്യമായി പുള്ളി പിടിച്ചു കെട്ടി ആ സംഭവത്തെ പോലും. എൽദോസൊക്കെ കരയുമാണ്. പക്ഷേ അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. സുധാകരന് സീറ്റ് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് സുധാകരൻ പല പ്രശ്നങ്ങളുണ്ടാക്കി MP മാരെ മത്സരിപ്പിക്കില്ല എന്നുള്ളൊരു ഒറ്റ തീരുമാനം, കണിശമായി തീരുമാനം എടുത്തു. പലർക്കും അതൊരു തിരിച്ചടിയായി. പലരും ഇവിടെ മുഖ്യമന്ത്രി കസേര വരെ വ്യാമോഹം കണ്ടിട്ട് വെള്ളം വേവിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊന്നും പെടാതെ സതീശൻ ഒരു ബ്രാൻഡായി നിന്നുകൊണ്ട് പലരെയും വെട്ടിനിർത്തൽ പരിപാടിയാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചടിയാവോ? കാരണം കോൺഗ്രസ് ആണ് പാർട്ടി. നേതാക്കന്മാര് ഇപ്പം നമ്മൾ പറയുമല്ലോ, കരുണാകരനെ ആന്റണി വീഴ്ത്തി, ആന്റണി ഉമ്മൻചാണ്ടി വീഴ്ത്തി, ഉമ്മൻചാണ്ടിയെ രമേശിനെ വീഴ്ത്തി. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഇത് പുള്ളി ഒറ്റയ്ക്ക് പിടിച്ചെടുക്കുന്ന ഒരു രീതിയിലേക്ക് മാറുവാണോ? തിരിച്ചടിയാവുമോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. പക്ഷെ നീ ഒന്ന് ആലോചിക്കണം, അത്രയും ആത്മവിശ്വാസത്തോടെ ഒരു നേതാവ് പറയുന്നത്, അതായത് അതിനെ എങ്ങനെയാണ് ഖണ്ഡിക്കുക? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ആത്മവിശ്വാസത്തോടെ കേരളത്തിൽ ഏത് രാഷ്ട്രീയ നേതാവാണ് ഇന്നവരെ പറഞ്ഞു കേട്ടിട്ടുള്ളത്? നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഇതിൻ്റെ ഉത്തരവാദിത്വം, തോറ്റാലും ജയിച്ചാലും ഇതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുമെന്നൊരു നേതാവ് അയാളുടെ തോളിലേക്ക് ഷോൾഡർ ചെയ്യാണ്, ഒരു സംഭവത്തിൻ്റെ റിസൾട്ടിനെ ഷോൾഡർ ചെയ്യാണ്. അങ്ങനെ ഒരു സംഭവം അത്രയും ആത്മവിശ്വാസത്തോടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുന്ന പറഞ്ഞിരിക്കുന്നത്. അതായത് അയാൾ വളരെ ചെറുപ്പമായിട്ടുള്ളൊരു മനുഷ്യൻ, പ്രായം കൊണ്ടല്ല, രാഷ്ട്രീയത്തിലെ ചെറുപ്പത്തിൽ ഇത്രയും കൃത്യമായിട്ടുള്ള, ഇനിയും എത്രയോ കാലം മുന്നോട്ട് പോകാനുള്ള, ഇല്ലെങ്കിൽ പല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരാൾ ഞാനിത് തോറ്റാൽ രാഷ്ട്രീയ വനവാസത്തിന് പോകാമെന്ന് പറയുന്ന അത്രയും ആത്മവിശ്വാസം, അത്രയും ധൈര്യം ഏത് നേതാവാണ് കേരളത്തിൽ കാണിച്ചിട്ടുള്ളത്? അങ്ങനെ കാണിക്കേണ്ടതല്ലേ എന്നുള്ളതാണ് എൻ്റെ മറു ചോദ്യം. ഓക്കെ, ഇപ്പോൾ ഈ 56ഓളം പേരുടെ വന്നിട്ടുള്ളൂ. ഇപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വരുമെന്ന് തോന്നണം. അപ്പം രാഷ്ട്രീയം നമ്മൾ നോക്കുവാണെങ്കിൽ ആദ്യം LDF-നാണ് ഒരു മുൻകൈ ഉണ്ടായിരുന്നത്. അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിച്ച ഉടനെ തന്നെ അവർ പുറകെ തന്നെ അവർ പ്രഖ്യാപിച്ചു. അവരുടെ നേതാക്കന്മാരെല്ലാവർക്കും റോഡ് ഷോ നടത്തി. പിന്നെ കുറച്ച് പറഞ്ഞു, ഇപ്പോൾ ഒരു ട്രോള് പോലെ, അല്ലെങ്കിൽ ഏതാ പറഞ്ഞത്, ഇത് സതീശൻ്റെ ഒരു ബുദ്ധിയായിരുന്നു എന്ന് പറയുന്നത്. ഏതാണ്ട് തെരഞ്ഞെടുപ്പ് ഞങ്ങൾ താമസിച്ചിട്ട് അവരെ കൊണ്ട് പ്രഖ്യാപിച്ചു, അത് കഴിഞ്ഞിട്ട് അവർ നല്ല സ്ഥാനാർത്ഥി നിർത്തും എന്നൊക്കെ പറഞ്ഞു. അതിന് ട്രോളായിട്ട് താമസിച്ചാലും നല്ല സ്ഥാനാർത്ഥികളാണെങ്കിൽ ഇവിടെ ടൈറ്റ് ആയിട്ടുള്ള മത്സരം നടക്കുമല്ലോ. ഒരുപക്ഷെ അത് തന്നെയായിരിക്കും VD സതീശൻ മുൻകൂട്ടി കണ്ടിരിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് അതിനകത്ത് കാര്യത്തിൽ അഭിപ്രായമില്ല. പക്ഷെ നമുക്ക് നോക്കാം. കാരണം സതീശൻ അത്ര പെട്ടെന്നൊന്നും ഗീവ് അപ്പ് ചെയ്യുന്ന ഒരാളല്ല ഒരു കാര്യത്തിലും. അപ്പോൾ അത് ആ ഒരു സംഭവമില്ലേ, ആ പാർട്ടിക്കുള്ളിൽ നടത്തുന്ന പോരില്ലേ, ആ പോരും ഈ അടിച്ചൊതുക്കലും ഒതുക്കലും ഒക്കെ ഉണ്ടല്ലോ, ആ സംഭവങ്ങൾ കൃത്യമായിട്ട് അയാൾക്കത് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഒരു വ്യക്തമായ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം, ഒറ്റ കാര്യം ചോദിച്ച് നിർത്താം നമുക്ക്. ഈ കാര്യം ഇവിടെ ഇത്രയും സതീശൻ ജയിച്ചു, ഇത്രയും വരെ സതീശൻ്റെ വിജയമായിരുന്നു. UDF ഭരണത്തിലേറുക എന്ന് പറഞ്ഞാൽ അവസാനത്തൊരു കടമ്പയും കൂടെ ഉണ്ട്, ഫൈനൽ ലാപ്പുണ്ട്. ഏതാ? മുഖ്യമന്ത്രി കസേര. അവിടെ എന്താണ്? കാരണം പലരെയും പിണക്കിയിട്ടുണ്ട്. സീറ്റ് പോയെങ്കിലും അവരാരും പാർട്ടിയിൽ അശക്തരൊന്നും ആയിട്ടില്ല. ഇപ്പൊ കണ്ണൂര് സുധാകരൻ നിങ്ങൾ അങ്ങനെ ദുർബലനാക്കേണ്ട ആവശ്യമൊന്നുമില്ല, ശാരീരിക വശം കൊണ്ടായിരിക്കാം. അപ്പോൾ ഈ അവസാന ലാപ്പ് കടക്കുമ്പോൾ ഹഡിലുകൾ ഒന്നിലേറെ ഉണ്ടായിരിക്കും. അതും കൂടി ചാടിക്കടക്കാൻ PD സതീശനെ കൊണ്ട് പറ്റുമോ? ആദ്യമായിട്ട് കടന്നൊന്നും അല്ലല്ലോ. അതെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത്, ഇപ്പം ഇത്രയും ശക്തരായിട്ടുള്ള ആൾക്കാരെ വരെ സതീശന് ഒരു ഇതില്, കാരണം പുള്ളി പണിയെടുത്ത പോലെ ഈ 5 വർഷം മറ്റാരും പണിയെടുത്തിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്കും ഒരു പാർട്ടിക്കുള്ളിലും അതിനകത്ത് വന്ന പലതരം പ്രതിസന്ധികൾ വന്നിട്ട് അതെല്ലാം കൃത്യമായി നേരിട്ട് ആ ഹേർഡിൽസുകളെല്ലാം ചാടിക്കിടന്ന സതീശന് ഒരു പക്ഷേ അതും ചാടിക്കിടക്കാൻ പറ്റിയേക്കും ആണ് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ജയിച്ചിട്ട് മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇനി നടക്കാൻ പോകുന്ന നമുക്ക് യുദ്ധം കാണാം. യുദ്ധം കണ്ടിട്ട് അവസാനം VD സതീശൻ മുഖ്യമന്ത്രിയിലെ പദത്തിലേക്ക് വരുമോ ഇല്ലെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.